മഴത്തോര് മുൻപിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിലേക്ക് വന്നത് മാഡത്തിൻ്റെ സഹോദരനും ഭാര്യയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവരെ സൽക്കരിച്ചിരുത്തുകയും അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം മാലതിയാണെങ്കിൽ നമ്മുടെ അലീനയോടാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്ത് പറ്റി ബാലചന്ദ്രൻ, അവർ തമ്മിൽ വഴക്കായിരുന്നു എന്നൊക്കെ മാലതി ചോദിക്കുന്നുണ്ട്. അല്ല സാറിങ്ങനെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല, പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് സാറിൻ്റെ സ്വഭാവം ആകപ്പാടെ മാറിയിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ അലീന അന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മാലതിയോട് പറയുന്നുണ്ട്. അവർ തിരിച്ചാണെങ്കിൽ നമ്മുടെ അലീനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെയാണ് വീട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം പറയുന്നത് വീട്ടിൽ മമ്മി മാത്രമേ ഉള്ളൂ, ഇപ്പം അവിടെ ആരുമില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നൊക്കെ ചോദിക്കുമ്പം പറയുന്നത് ഇപ്പം ഞാനൊരു ഓർഫണേജിലായിരുന്നു, മമ്മി മരിച്ചുപോയി, ഇപ്പോൾ ആ ഓർഫണേജ് ഇല്ല എന്നൊക്കെ അലീന നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഗംഗാധരന് എന്തോ ഒരു സംശയം പോലെ. അപ്പം ഏത് ഓർഫണേജാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നത് തിരുവനന്തപുരത്താണ്. ആദ്യം ഇവിടുത്തെ സാറ് മുത്തശ്ശിയുടെ ഭർത്താവ് മുത്തശ്ശനും മനുവേട്ടനും കൂടാണ് വന്നതെന്നും എന്നെ കൊണ്ടുവന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് മുത്തശ്ശി നോക്കാനെ കൊണ്ടുവന്നത്, അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രൻ സാറും മനുവേട്ടനും കൂടാണ് എന്നെ കൊണ്ടുവന്നതെന്ന കാര്യമൊക്കെ നമ്മുടെ അലീന ആണെങ്കിൽ ഗംഗാധരനോട് പറയണം. അപ്പം ഗംഗാധരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പം അച്ഛനും അമ്മയും കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അലീനയ്ക്ക് അറിയാമെങ്കിൽ അലീന പറയത്തില്ലല്ലോ, അച്ഛനും അമ്മ ആരാന്നൊന്നും പറയത്തില്ലല്ലോ. അപ്പം അതിനകത്ത് സത്യം മാത്രമേ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണമെന്നൊക്കെ നമ്മുടെ അലീനയെടുത്ത് പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ അലീനയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. പക്ഷേ ഗംഗാധരൻ എന്തോ ഒരു സംശയം പോലെ, ഇത്രയും ദൂരെ പോയി അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ അവരാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയെ കാണാൻ പോകുന്നു. മുത്തശ്ശിക്കാണെങ്കിൽ അലീനയെക്കുറിച്ച് 100 നാക്കാണ്. കാര്യങ്ങളൊക്കെ നല്ലോണം അലീന നോക്കുന്നുണ്ടെന്നും ഒക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പം അവർക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ അലീന ഒരു പ്രശ്നക്കാരിയല്ല. പക്ഷെ അവരുടെ മനസ്സിൽ ആ ഒരു സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇത്രയും ദൂരെ പോയി അച്ഛൻ എന്തിനാണ് അവളെ കൊണ്ടുവന്നതെന്നും അവളെ ഇവിടെ വേറെ ആരെയും ഇവിടെ അടുത്തൊന്നും ആരെയും കിട്ടാതെ അത്രയും ദൂരെ പോകേണ്ട കാര്യം ഉണ്ടാവും എന്നൊക്കെ ഒരു സംശയമുണ്ട്. അതുപോലെ വൈജയുടെ മകൾ മരിച്ചിട്ടില്ലയോ, അച്ഛനത് ചുമ്മാതെ പറഞ്ഞതാണോ, അപ്പം ആ കുട്ടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവളുടെ പ്രായമായിരുന്നു എന്നൊക്കെ ഗംഗാധരൻ ഇങ്ങനെ സംശയമുണ്ട്. അത് മാലതിക്ക് അതേപോലെ സംശയമൊക്കെ ഉണ്ട്. കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. ബാലചന്ദ്രനെ കാണാനാണെങ്കിൽ മനു വന്നിട്ടുണ്ട്. മനു വന്നപ്പോഴും ഇപ്പോഴും ചോദിക്കുന്നതാണ്, ആൻറ്റി ആണെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന നാണക്കേടല്ലേ, ആൻറ്റിക്കൊന്ന് കാണാൻ സമ്മതിച്ചുകൂടെ എന്ന്. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ ബാലചന്ദ്രൻ്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല. ബാലചന്ദ്രൻ പറയാണ്, എനിക്കിപ്പോൾ ശരീരത്തിനും മാത്രമല്ല മനസ്സിനും സമാധാനം വേണം, അതുകൊണ്ട് എന്നെ ആരെയും കാണാൻ വരണ്ട, നാളേക്കിൽ ആരും ഇങ്ങോട്ട് കാണാനോ ഒന്നിനും വരണ്ട എന്ന് ബാലചന്ദ്രൻ അപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മനു പുറത്താണെങ്കിൽ നമ്മുടെ വൈജയന്തി അകത്തേക്ക് കയറാമെന്നുള്ള ഒരു ബാലചന്ദ്രൻ എന്നെ വിളിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇപ്പോഴും പുറത്ത് നിൽപ്പുണ്ട്. അങ്ങോട്ടേക്ക് ഗോവർദ്ധൻ വരികയും ഗോവർദ്ധൻ പോയി ബാലചന്ദ്രനെ കാണുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. വൈജയന്തി പറയാണ്, വഴി കൂടെ പോകുന്നവർക്കും മക്കൾക്കും സഹോദരൻ്റെ ഭർത്താവിനും എല്ലാവർക്കും കാണാം, വൈജയ്ക്ക് മാത്രം ഭ്രഷ്ടെന്ന് പറയുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് എനിക്കറിയണമെന്ന് വൈജയന്തി പറയണം. അപ്പം മനു പറയും, ആൻറ്റി ഇവിടെ കിടന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സമാധാനമായിട്ടിരിക്കാൻ പറയുകയാണ്. ഇത് ഹോസ്പിറ്റലിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് മനു പറയാണ്. പക്ഷേ നമ്മുടെ വൈജയ്ക്ക് ഭയങ്കര വിഷമമാണ് ഇതൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ എങ്കിലും ബാലചന്ദ്രനെ കാണണമെന്ന്, ബാലചന്ദ്രനെ കയറി കണ്ടിട്ട് എന്താണ് തന്നോട് ഇത്രയും ദേഷ്യം കാണിക്കാനുള്ള കാരണം അറിയണമെന്നൊക്കെ വൈജയ്ക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബില്ല് അടയ്ക്കാനായിട്ട് നമ്മുടെ വൈജ വരുന്നത്. അപ്പോൾ വൈജയുടെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റൽ ബില്ല് വാങ്ങിച്ചിട്ട് മനുവിൻ്റെ അടുത്ത് പറയാണ്, മനു നീ കൊണ്ടുപോയി അടയ്ക്കുക, എൻ്റെ കൈ കാർഡുണ്ട്, അതിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി അടയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. വൈജയുടെ കയ്യിൽ നിന്ന് പൈസ പോലും വാങ്ങിക്കാൻ നമ്മുടെ ബാലചന്ദ്രൻ കൂട്ടാക്കുന്നില്ല. അത്രയ്ക്കും ദേഷ്യമുണ്ട് ബാലചന്ദ്രന് വൈജയോട്. അങ്ങനെ ബാലചന്ദ്രനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും ബാലചന്ദ്രന് ആ ദേഷ്യമുണ്ട്. ബാലചന്ദ്രൻ ഈ ദേഷ്യമെല്ലാം കാണിക്കുന്നത് അലീനയെ പറഞ്ഞു വിടാനായിട്ട് നമ്മുടെ വൈജയന്തി താൻ വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യം കാണിക്കുന്നതെന്നാണ് വൈജയന്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ വൈജയന്തിക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് വൈജയന്തി ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ വീട്ടിൽ വന്നപ്പോഴും ഇതേപോലെ തന്നെ രാത്രി കിടക്കാൻ വരുമ്പോൾ വൈജയെടുത്ത് പറയും, ഇന്ന് മുതൽ നീ താഴെയാണ് കിടക്കുന്നത്, നമ്മൾ തമ്മിലോട് എപ്പോഴും ഒരു അതിർവരമ്പ് വേണം എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയ്ക്ക് വളരെ വിഷമമൊക്കെ തോന്നും. വൈജ പറയാൻ, ഇത്രയും കൂടുതൽ എന്നെ അകറ്റി നിർത്താൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ ഒന്നും പറയുന്നില്ല. ബാലചന്ദ്രൻ വൈജയോട് കാണിക്കുന്ന ദേഷ്യമല്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് അലീനയോട് നമ്മുടെ വൈജ കാണിക്കുന്നുണ്ട്.
നിൻ്റെ കാര്യം നോക്കാൻ നീ വരേണ്ട ആവശ്യമില്ല. ഒന്നീ കൃഷ്ണമോളോ അല്ലെങ്കിൽ അലീനയെ നോക്കിക്കോളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ്റെ ഒരു കാര്യത്തിലും നമ്മുടെ വൈജയ് ഇടപെടുന്നത് ഇഷ്ടമല്ലെന്ന് വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ദിവസം നമ്മുടെ അലീനയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ വൈജയ് അടിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ അപ്പോൾ ചാടി വൈജയ് എന്ന് പറഞ്ഞ് ചാടി എണീച്ച് വരാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഹെൽത്തിന് വളരെ പ്രശ്നമുണ്ടാവും. കൃഷ്ണ പറയും, അച്ഛ സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ കൃഷ്ണയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീനയൊക്കെ ആണെങ്കിൽ പണ്ടത്തെ തൊട്ടല്ല, ഇപ്പോൾ അമ്മയെന്നുള്ള സ്നേഹമൊന്നുമില്ല. അമ്മയോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ളൊരു സ്ത്രീയാണ് തൻ്റെ അമ്മയാണെന്നുള്ളൊരു ചിന്തയാണ് അലീനയ്ക്ക് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പിന്നെ പറയാണ്, ബാലചന്ദ്രനോട് പറയുന്നത്, ഞാൻ സാറ് വന്നിട്ട് പോകാൻ ഇരിക്കുകയാണ്. ഞാൻ സാറില്ലാത്ത സമയത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ കാര്യമൊക്കെ പ്രശ്നമാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ പോവാതിരുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഇനി ഞാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും. അപ്പം പറഞ്ഞ്, ഗ്രേസി ആൻറ്റിയും മാമച്ചനും അങ്കിളും കൂടെ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുക, എറണാകുളത്തേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചതെന്നൊക്കെ ബാലചന്ദ്രൻ നമ്മുടെ അലീനയാണെങ്കിൽ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എന്തൊക്കെയായാലും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വൈജയല്ല, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാനും മനും കൂടെ ചേർന്നാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം നിൻ്റെ കാര്യങ്ങൾ എന്ത് വേണമെന്ന്. ഇതൊക്കെയാണ് ഇനി വരും എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.